ഇനി ഗുജറാത്തിൽ നടന്നൊരു നോട്ട് തട്ടിപ്പിനെ കുറിച്ചാണ്. വ്യാജ 500 രൂപ നോട്ട് നൽകിയാണ് തട്ടിപ്പ്. ഗാന്ധിജിക്ക് പകരം സിനിമാ നടൻ അനുപം ഖേറിന്റെ ചിത്രമുള്ള വ്യാജ 500 രൂപ നോട്ടുകൾ നൽകി സ്വർണം തട്ടിയിരിക്കുന്നു. ഏകദേശം 1,30,00,000 രൂപയ്ക്ക് 2 കിലോ സ്വർണം വാങ്ങിയ സംഘമാണ് ഈ വ്യാജ നോട്ടുകൾ നൽകി വ്യാപാരിയെ കബളിപ്പിച്ചത്. ഈ ബസന്ത് വിവരങ്ങളുമായിട്ട് ബസന്ത് നൽകിയതിൽ ഏറിയ പങ്കും വ്യാജ നോട്ടായിരുന്നു. ഇത് എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്? ദിവിഷ്, ഏറിയ പങ്കുമല്ല, മുഴുവൻ 1.3 കോടി രൂപയും കള്ളന്റെ വ്യാജ നോട്ടായിരുന്നു. ഗാന്ധിജിക്ക് പകരം അനുപം ഖേറിന്റെ ചിത്രം ആലേഖനം ചെയ്ത വ്യാജ നോട്ടുകളാണ് അവിടെ എത്തിച്ചത്. അഹമ്മദാബാദിലെ ഒരു സ്വർണ്ണ കച്ചവടക്കാരന്റെ അടുത്ത് 2 കിലോ സ്വർണം വേണം എന്ന് പറഞ്ഞാണ് സമീപിച്ചത്. 1.6 കോടി രൂപയ്ക്കാണ് കച്ചവടം ഉറപ്പിച്ചത്. പക്ഷേ 1.3 മാത്രമാണ് നൽകിയത്. ബാക്കി 30 ലക്ഷം രൂപ എത്തിക്കാമെന്ന് പറഞ്ഞു പോയി. പണം ഏൽപ്പിച്ചു, സ്വർണവും കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ ഈ പണം എത്തിച്ചില്ല എന്ന് മാത്രമല്ല, ലഭിച്ച നോട്ടുകൾ വ്യാജമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇപ്പോൾ നവരംഗപുര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് ആദ്യം കിട്ടിയ വഴിയൊന്നും നോക്കിയില്ല, എല്ലാവരും സ്വർണം കൊടുത്ത് വിട്ട ശേഷമാണോ ഗാന്ധിജിയുടെ ചിത്രം വരെ മാറ്റിയിട്ട്? ഗാന്ധിജിയുടെ ചിത്രം മാത്രമല്ല, റിസർവ് ബാങ്കിന് പകരം റിസർവ് ബാങ്ക് എന്നൊക്കെയാണ് അതിൽ അടിച്ചിട്ടുള്ളത്. അപ്പോൾ സംഘടിതമായ രീതിയിലുള്ള ഒരു തട്ടിപ്പാണ്. മാത്രമല്ല, പൊതിഞ്ഞ കിട്ടിയ SBIയുടെ ടാക്സ് ഷീറ്റും ഒക്കെ അടക്കമുള്ളതായതുകൊണ്ട് ഈ ബുള്ളിയൻകാർ, അതായത് സ്വർണ്ണക്കടക്കാർ ശ്രദ്ധിച്ചില്ല ഒറിജിനലായിരിക്കും എന്നുള്ളൊരു വിശ്വാസവും ഉണ്ടായിരുന്നു. മാത്രമല്ല, വലിയ തോതിലുള്ള കച്ചവടം നടക്കുന്ന ഒരു ബുള്ളിയൻ മാർക്കറ്റാണത്. അപ്പോൾ അവരങ്ങനെ ഒരു അവർക്ക് അതായത് ഇതിനെ ഇടയാക്കിയത്. ഏതായാലും ഇപ്പോൾ വലിയ അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ശരി, കോടിയിലേറെ രൂപയാണ് കള്ളനോട്ടുകൾ നൽകി സ്വർണ്ണ വ്യാപാരിയെ കബളിപ്പിച്ചു. അതിൽ ഗാന്ധിജിയുടെ മുഖത്തിന് പകരം നടൻ അനുപം ഖേറിൻ്റെ മുഖം അടിച്ചിരിക്കുന്നു. ബസന്ത് സൂചിപ്പിച്ച പോലെ റിസർവ് ബാങ്ക് എന്ന് എഴുതിയിരിക്കുന്നവരെ അക്ഷരത്തെറ്റോടുകൂടിയാണ്. പക്ഷേ സ്വർണം കൊടുത്തുവിട്ട ശേഷമാണ് ഇത് കള്ളനോട്ടാണെന്ന് തിരിച്ചറിയുന്നത്. എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.